പാവയ്ക്കൊക്കെ കൂടിടുന്ന പോലെ കൂടിയിട്ട് നിന്നോണ്ട് കാര്യമില്ല. രാവിലെ 7:30 വെളുപ്പ് എണീക്കണം. ഒരു 10 കിലോമീറ്റർ മൂട് കയറിയ കൈലി ഉടുത്ത് സൈക്കിളിൽ പോകണം. എന്നിട്ട് മീൻ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇത് വിളിക്കുന്നത്. മീനെ ഒന്ന് വിളിച്ചേ. മീനെ മീനെ വിളി കേട്ട് കഴിഞ്ഞാൽ ഈ മീൻ എണീച്ച് ക്യാമറ അടിക്കും. എത്ര രൂപയ്ക്ക് മീൻ മേടിച്ചു? 20 രൂപയ്ക്ക് നെമ്മീൻ മേടിക്കാൻ വന്നേക്കുന്നു. പോയി അഴുവൽ മേടിക്കണം. അപ്പുറത്തുനിന്ന് 20 രൂപയ്ക്ക് നെമ്മി. വേറെ കടയൊക്കെ ഉണ്ട്. ചേട്ടാ ആ ഞണ്ടിന് എന്ത് കൊടുത്താൽ നടക്കും? ഞണ്ടിന് എന്ത് കൊടുത്താലും നടക്കത്തില്ല മോനെ. അത് ഒരാഴ്ചയായിട്ട് ചത്തിരിക്കുന്ന സാധനമാണ്. അതല്ലേ എന്നാ വില കൊടുത്താൽ തരുമെന്നാ? എല്ലാം കൂടെ ഒരു 250 കൂടി എടുത്ത് എല്ലാം കൂടെ ഒരു 250 രൂപ. 250 രൂപയോ? ഇത്രയും വിലയാണോ? പിന്നെ 250 ഒന്ന് മൊത്തം എടുത്തോ. അല്ല വേറെ പ്രശ്നമുണ്ട്. ആ വലിയ ഞണ്ട് കണ്ടോ, അതിന്റെ ഒരു കാലൊടിഞ്ഞതാ. ആണല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, നേരെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ട് ഓർത്തോടെ ചോമിച്ച സാറുണ്ട്, പുള്ളിയോട് പറഞ്ഞാൽ ഞണ്ടിന്റെ കാലിൽ ഒരു കമ്പി ഇട്ട് തരും. അപ്പോൾ നേരെ നടന്നോളും കേട്ടോ. എടാ നിനക്ക് മീൻ വേണം മേടിച്ചോളൂ, അല്ലേ നീ പൊടാ വീരുന്നു. നിങ്ങളുടെ മീൻ വേണ്ടിരിക്കോ? ഞാൻ അവിടെ പോയി പച്ചക്കറി മേടിക്കും. ഏതെങ്കിലും കറി പോയി മേടിക്കുന്നല്ലേ? എന്ന് മേടിച്ചോളൂ. മൊത്തം വിഷമാണോ പച്ചക്കറി? പച്ചക്കറി വിഷമാണ്. മൊത്തം വിഷമാണ്. ആരാണ്? എനിക്ക് പച്ചക്കറി വേണ്ട. പിന്നെ മുട്ട മതി. മുട്ട മാത്രം. ആ മുട്ട മാത്രം ആക്കണ്ട. ഇരിക്കുന്ന മുട്ട ഇവിടെ കൊണ്ടുപോകാൻ പറ്റേ കൊണ്ടുപോകും. ദേവി കൊണ്ടുപോകും. നിങ്ങളുടെ ഈ ചന്തക്കകത്ത് എനിക്ക് ഒരു സാധനം വേണം. പച്ചക്കറി മേടിക്കാം. നോക്കിക്കൊണ്ടിരിക്കാതെ കുറച്ച് വെള്ളം പഠിച്ചവന്റെ തൊണ്ടലോട്ട് അടിച്ചോറാ. ഇപ്പൊ തീരുവട അവന്റെ വിളി കേട്ടിട്ട് നീ പോടാ തേപ്പുകാരൻ. പോരാ ആവശ്യമില്ലാത്ത പറയാം. പെട്ടിയുടെ മുഖമായിട്ട് വന്നേക്കണം അവൻ. തേപ്പോട്ട് തേക്കാൻ മാത്രം എടുത്ത് ചന്തിക്കാൻ വെച്ചേരും കേട്ടോ. സഹോദര, ഞങ്ങളിവിടെ തൊണ്ട കീറിയത് വിളിക്കുന്ന കേട്ടോ. തൊണ്ട കീറിയെങ്കിലേ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്ലംബളെ കുറിച്ച് ഒട്ടിക്കാൻ നോക്ക്. തൊണ്ട കീറി പൊക്കത്ത് കയറാൻ വരുന്ന പോടും. അല്ല പിന്നെ മീൻ മേടിച്ചോ മീൻ മേടിച്ചോ മീൻ മേടിച്ചോ മീൻ മേടിച്ചോ മീൻ മേടിച്ചോ മീൻ മേടിച്ചോ. ഒരു നശിച്ച ആരോ എനിക്ക് നന്നായിട്ട് പണി തന്നതാ. ഇത് ചുളുക്ക് മാറുന്നില്ലെന്നേ. ഇനി ഈ കരിപ്പട്ടി ഇട്ട് തേച്ചിട്ടാണോ എനിക്കൊരു പിടുത്തം. എന്നാ ശർക്കര ഇട്ട് ഒരച്ചു നോക്കടാ, മാറുമായിരിക്കും. പണി നോക്ക്. ചെല്ല്. മീൻ മേടിച്ചോ 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 മീൻ മേടിച്ചോ. കിടന്ന് കീരാടാ. എടി എന്ത് താമസിച്ചെന്തിന് ഇത്രയും? ഓ ചോറും കറിയും വെച്ചോണ്ട് വരണ്ടേ? എന്തോ നീ കഴിക്കാനുള്ളത്? ചമ്മന്തി, അച്ചാറ്, മോര് കാച്ചിയത്. നിനക്ക് എന്ന് ഈ കാച്ചയുള്ളൂ. തുണ്ടമീനൊക്കെ വെച്ച് വെച്ചുകൂടെ? തുണ്ടമീൻ ഉണ്ടെങ്കിൽ അണ്ണാക്കിന്ന് ചോറ് ഇറങ്ങത്തുള്ള. ഏട്ടാളിയാ, നമുക്ക് ഇച്ചിരി ആഹാരം കഴിക്കാൻ നമ്മൾ ഈ തേപ്പൊക്കെ കഴിഞ്ഞ് വിയപ്പം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് ചോറിന് നമുക്ക് തുണ്ടം മീനും ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനൊരു സുഖം. പിന്നെ നമുക്കൊക്കെ പ്രായമായില്ലേ, ഇച്ചിരി തുണ്ടും മീനും ഇല്ലാതൊക്കെ പറ്റുമല്ലേ? മീൻ മേടിച്ചോ മീൻ മേടിച്ചോ മീൻ മേടിച്ചോ മീൻ മേടിച്ചോ മീൻ മേടിച്ചോ മീൻ മേടിച്ചോ ഓരോ മേടിച്ചോ. ഞാൻ മത്തായി. നീ മത്തായെങ്കിൽ പോയി വല്ല മോരും കുടിക്കടാവേ. മത്തായി, ഞാൻ കഴിഞ്ഞ 7-ാം തീയതി ഒരു 8618 രൂപ തന്നായിരുന്നു. തന്നില്ലേ? 8-ാം തീയതി 686 രൂപ തന്നായിരുന്നു. 9-ാം തീയതി 288 രൂപ തന്നായിരുന്നു. ബാക്കി എത്ര വരും എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങ് തന്നേക്കാം. മൊത്തം പൊളിയൂല വിഷയം. കൂട്ടി നോക്കി ഇപ്പൊ തന്നെ തന്നേക്കാം. പോട്ടെ. നിന്റെ എലിപ്പ എത്ര രൂപ? ഇപ്പൊ ദൈവമുണ്ട്. അത് മതി. ഓക്കെ. എംപ്ലോയോ? എന്തെംപ്ലോ? അല്ലല്ല അല്ല ഞാന് ഇതെന്താ വാർത്തയോ? എടാ ഇവരൊക്കെ തമ്മിലോടാ. ഇവരൊക്കെ ശരിയായോ? ഇത് മാത്രമേ ശരിയാകാത്തത്. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തില്ല. എനിക്ക് ശരിയായില്ല, എനിക്ക് അതുകൊണ്ട് തരാനും പറ്റുന്നില്ല. എനിക്ക് കുഴപ്പമില്ല. നിനക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ എന്റെ കാശ് മേടിക്കാൻ വേണ്ടി നീ ഒരു ഓട്ടോ ഓടിയായിരുന്നു എന്റെ പുറകെ. അതുപോലെ ഇപ്പൊ കാശ് നിന്റെ മേടിക്കാൻ ഞാൻ ഓട്ടോ ഓടണമെന്ന് പറഞ്ഞാ പൊന്നുമോനെ ഇത് നടക്കത്തില്ല. ഞാൻ തീ കുരുത്തതാ, വെയിലത്ത് വാടത്തില്ല, മനസ്സിലായോ? അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് എന്റെ പൈസ തന്നോളാം. എനിക്ക് ഞാൻ ഈ പരിപാടി കൊണ്ട് ജീവിക്കുന്നവരാ. ഈ പരിപാടി അല്ലാതെ വേറെ പരിപാടി എനിക്കില്ല, മനസ്സിലായോ? അല്ല അങ്ങനെ പരിപാടി ഇല്ലെന്ന് പറയില്ലേ? മീശയ്ക്ക് നല്ല പരിപാടി ഉണ്ടെന്ന് തോന്നുന്നല്ലോ. മീശ നല്ല സിനിമാറ്റിക് ഡാൻസ് കളിക്കുമല്ലേ? അതെന്റെ സൗകര്യത്തിൽപ്പെട്ട കാര്യം കേട്ടോ. അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളു.
ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. നല്ല കിണ്ണം കാച്ചി മോതിരം തന്നെ കേട്ടോ. ആ കിള്ള മോതിരം നല്ല രസമുണ്ട്. പുതിയതാ? ഇത് മകൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാ. ആണല്ലേ? ഇതിന്റെ ഒരു കല്ലിനില്ലേ 1 ലക്ഷം രൂപ വരെ. 1 ലക്ഷം രൂപ? എന്റെ വീട്ടിൽ ഒരുപാട് കല്ല് കിടപ്പുണ്ട്, ഒരു വിലയില്ല ഇതിന്. ഈ കാശ് മുടക്കി വാങ്ങിയത്, ഇത് കാശ് കിട്ടുന്ന സാധനം. ആണല്ലേ? ആരാടാ എയർപോർട്ടിലെ സെക്യൂരിറ്റിയോ മൊത്തം സ്വർണ്ണവേട്ട നടത്തുന്ന പോലെ മൊത്തം ഇങ്ങോട്ട് എന്തോ സാനിറ്റൈസർ അടിച്ചു പോണത്? ആരാ വണ്ടി റിവേഴ്സ് എടുക്കുന്നേ? വണ്ടി റിവേഴ്സ് എടുത്തതല്ല, ഞാനൊന്ന് ചിരിച്ചതാ. അയ്യോ ആളിനറിയത്തില്ലേ? എത്രയോ പാട്ടുകൾ പാട്ടുള്ള ആളാ. മലയാള സിനിമയുടെ വലിയ ഗായകനല്ലേ? അയ്യോ പേര് എന്റെ മനസ്സിലിരിക്കുന്നു, ഞാൻ പറഞ്ഞുതരാം. കറക്റ്റ് ജയചന്ദ്രൻ അല്ലേ? ഞാൻ പറയോ ബിജു നാരായണല്ല, മധുബാലകൃഷ്ണനല്ല. അയ്യോ എന്റെ നാക്കിന്റെ തുമ്പത്തിരിക്കുന്ന പേര്. അയ്യോ തുപ്പിയിട്ടു, അത് നോക്കി പറഞ്ഞാൽ മതി. നമസ്കാരം. നമസ്കാരം. നമ്മള് ഞാനൊരു ചെറിയ പാട്ടുകാരനാണ്. ഞാനൊരു വലിയ പലിശക്കാരനാ. പൈസ വേണമെങ്കിൽ ചോദിക്കണം കേട്ടോ. അയ്യോ ശരിയാ. അല്ലേ? അണ്ണാച്ചി ഒരു സംശയം, ഈ കക്ഷി ഇത്രയും വടുവത്ത പാൻറ്റിൽ ഉടുപ്പിൽ എങ്ങനെ ഇത് ചുളുങ്ങാതെ ഇട്ടുകൊണ്ട് നടക്കുന്നത്? നേപ്പാളിനാണ് ചോദിച്ചതാ. അല്ല എനിക്ക് തോന്നുന്നേ ഈ പുള്ളി താഴെ അയയിൽ ഇത് കഴുകിയിട്ട് വെച്ചേ രണ്ടാമത്തെ നിലയ്ക്ക് ഒരു കുളിക്കും. കുളിച്ചിട്ട് തോർത്തഴിച്ച് കളഞ്ഞിട്ട് പുള്ളി എടുത്ത് ഇതിലേക്ക് ചാടുവാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ വടിയായിട്ട് എങ്ങനെ വരുന്നേ? അല്ല ഞാൻ തമാശക്കാരാണ് മൊത്തമില്ല. അല്ല ഇപ്പൊ പരിപാടിയൊന്നുമില്ല സാറേ. അയ്യോ ഞാനിപ്പോ അമൃത ടിവിയിൽ പറയാൻ നേടാന്നൊരു പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുകയാണ്. കാണാറുണ്ട് നല്ല പരിപാടിയായിരുന്നു. അല്ല അതില് നമ്മളെ പോലുള്ള സാധാരണക്കാരെ ഒന്നും ഉൾപ്പെടുത്താറില്ല സാറേ. ആര് പറഞ്ഞ് സാധാരണക്കാരെ ഉൾപ്പെടുത്തത്തില്ലെന്ന്? സാധാരണക്കാരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ ഈ സംഗീതത്തിന്റെ സാഗരത്തിൽ മുങ്ങി നിവരുന്ന ആൾക്കാരെയാണ് ഇപ്പൊ കൂടുതലായിട്ടും നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ആണല്ലേ? ഈ പ്രളയം വന്ന എല്ലാരും മുങ്ങിത്താന്ന സമയത്ത് നമ്മളെ പോലുള്ള സാധാരണക്കാരെ മത്സ്യത്തൊഴിലാളികളെ ഉണ്ടായിരുന്നു. അയ്യോ അതല്ലെന്നേ, ഇപ്പൊ സംഗീതം ശകലമെങ്കിലും അറിയാവുന്നവരെയാണ് ഞാനിപ്പോ ഈ പരിപാടിയിൽ ഇപ്പൊ ഉൾപ്പെടുത്തുന്നത്. അല്ല ഞാൻ പാടും സാർ. പാടും, ഞാൻ നന്നായിട്ട് പാടും. പാടില്ലേ? ഞാൻ പാടും. അല്ല വേണ്ട, ഞാൻ പാടുന്നില്ല. അല്ല ഞാൻ പാടുന്നില്ല. അല്ല വേണ്ടെന്നേ. അല്ല ഞാൻ പാടാം. അല്ല അപ്പൊ രണ്ടുപേരും ഗീച്ചിക്ക്. മൃദുലേ ഹൃദയ മുരളിയിലൊഴുകിവാ മടിയിൽ മയങ്ങുമി ചന്ദ്രികയിലാലിയാ. സൂപ്പർ സൂപ്പർ സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട് സാർ. രണ്ടിടത്ത് പോയായിരുന്നു കേട്ടോ. രണ്ടിടത്തല്ല സാർ, 3 പോയി. അതെവിടെ? കൊല്ലത്ത് ഒരു 5 സെന്റ് ഉണ്ടായിരുന്നു, അത് പോയി. പിന്നെ കല്ലമ്പലത്ത് ഒരു 4 സെന്റ് ഉണ്ടായിരുന്നു, അത് പോയി. തിരുവനന്തപുരത്ത് ഒരു 3 സെന്റ് എന്നെ സംഗീതം പഠിപ്പിച്ച വകയിൽ അച്ഛൻ്റെ പോയതാ. അയ്യോ അതല്ലെന്ന്, രണ്ടിടത്ത് ശ്രുതി പോയെന്ന്. ആണല്ലേ സാറേ? നമ്മളെ എന്തെങ്കിലും അവസരം പരിപാടിയില്. ഞാൻ ഈ പരിപാടിയൊക്കെ നടത്തുന്നത് ഒരു ഫ്ലോറിലാണ് ഞാൻ നടത്തുന്നത്. പക്ഷെ ഇത്രയും കലാകാരന്മാരൊക്കെ ഉള്ളപ്പോ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ മാർക്കറ്റിൽ തന്നെ നമുക്കൊരു പരിപാടിയൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏവർക്കും പറയാൻ നേടാവുന്ന പരിപാടിയിലേക്ക് ശ്രീകൃഷ്ണമായ സ്വാഗതം. അപ്പൊ കുസൃതി ചോദ്യങ്ങളാണ് കേട്ടോ. കുസൃതി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൈനിറയ സമ്മാനങ്ങൾ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ആൻസർ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 2000 രൂപ. 2000 എന്റെ പലിശ കാശ് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വലിക്കും തോറും നീളം കുറയുന്നത് എന്താണ്? വലിക്കും തോറും നീളം കുറയുന്നത് റബ്ബറാണോ? റബ്ബറോ? വലിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പറയാം, ടയർ ഇങ്ങനെ വലിക്കും തോറും ഇങ്ങനെ നീളം കുറഞ്ഞു. അത് കഴുത്തി കെട്ടിയ ഫാനിലങ്ങ് തൂങ്ങി ചത്തൂടെ നിനക്ക്? കൊല്ലാൻ പിടിച്ചിരിക്കും തോന്നുന്നു. 2000 രൂപ ചോദ്യം. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, സമയമില്ല. ഈ വലിക്കും തോറും നീളം കുറയുന്ന അപ്പൊ ഇതിന്റെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് വരാ. വലിക്കും തോറും നീളം കുറഞ്ഞത് എന്താണ്? കറക്റ്റ് ആൻസർ ആണ് സിഗരറ്റ്. വലിക്കും തോറും നീളം കുറയുന്നത് സിഗരറ്റ് ആണ്. 2000 രൂപ സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുന്നു. അപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യൻ,
ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകുകയാണെങ്കിൽ 5000 രൂപ സമ്മാനം. അപ്പൊ ചോദ്യത്തിലേക്ക് കിടക്കാം. ചുണ്ട് ചുണ്ടോട് ചേരുമ്പോൾ എന്ത് സംഭവിക്കും? ചുണ്ട് ചുണ്ടോട് ചേരുമ്പം എന്ത് സംഭവിക്കും? ഐഡിയ ഉണ്ടോ? പെട്ടെന്നാവട്ടെ, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലൊരു ഉത്തരവുണ്ട്. ഉപേന്ദ്രൻ ഐഡിയ ഉണ്ടോ? അണ്ണാച്ചി, ചൂട് വെച്ച് ഞാൻ അടിക്കും. എന്നോടാണോ വന്ന് ചോദിക്കുന്നത്? അളിയാ ഈ ചുണ്ട് ചുണ്ടോട് ചേരുമ്പോ എന്റെ മീശ പറഞ്ഞു നിന്റെ വായിൽ. ഞാൻ പറയാം, ചുണ്ട് ചുണ്ടോട് ചേരുമ്പോ മാസ്ക് ഒരു താഴെ വെക്കും. അയ്യോ, മാസ്ക് ഒരു താഴെ വെക്കും. തെറ്റുത്തരം. അല്ല ഇത് ഇങ്ങനെ ചുണ്ടോട് ചേരുമ്പോ അല്ല ഇങ്ങനെ ചിരിക്കല്ലേ, ടെൻഷൻ വരുന്നു, വാ അടച്ചു പോയി. കറക്റ്റ് ആൻസർ ആണ്. ചുണ്ട് ചുണ്ടോട് ചേരുമ്പോൾ വാഹടയും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 10000 രൂപ സമ്മാനമായിട്ട് ലഭിക്കും. 10000 രൂപയോ? എന്റെ മാസ്റ്റർ പീസ് ആണ് 10000 രൂപ. 10000 രൂപയുടെ ഉത്തരം നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ആദ്യം കിട്ടിയ 2000-ഉം പിന്നെ രണ്ടാമത് കിട്ടിയ 5000-ഉം നിങ്ങൾക്ക് നഷ്ടമാകും. അത് കമ്പനിക്ക് അടിക്കും. അല്ലാതെ പറയും സാർ, മൂന്നാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീയും രഹസ്യമായി ചെയ്യുന്നത് എന്താണ്? വെള്ള ഇട്ടോണ്ട് നിന്നിട്ട് വായിന്ന് വരുന്നത് മൊത്തം നീലയാണല്ലോ തമ്പുരാൻ. പെട്ടെന്നാവട്ടെ, സമയം പോകുന്നു. 10000 രൂപയുടെ ചോദ്യമാണ്. എന്നെ ഇതിനൊന്ന് ഉത്തരം പറയുന്നത്. പെട്ടെന്നാവട്ടെ, ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയാൻ പറയടാ. ഞാൻ ഈ 7000 രൂപ പോയി കിട്ടും. മൊബൈലിൽ എന്തെങ്കിലും ആണോ? അല്ല പറയാ. വാട്സാപ്പ്. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിയില്ല, സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ തന്നെ പറയാം. പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീയും രഹസ്യമായി ചെയ്യുന്നത് വോട്ടാണ്. സാറേ, സാറ് പറഞ്ഞ സാധനം എല്ലാം മേടിച്ചിട്ടുണ്ട്. ഉള്ള കടയായ കട മുഴുവൻ ഞാൻ കയറി ഇറങ്ങി. ഇനി പഞ്ചായത്തിൽ ഒറ്റ കട ബാക്കിയില്ല. എല്ലാ കടയിലും കയറിയല്ലേ? പക്ഷെ സാറ് ഇതെന്റെ ഡ്രൈവറാണ്. പക്ഷെ സാറ് പറഞ്ഞ സാറ് മാത്രം കിട്ടിയില്ല. അതെന്താ കുട്ടാ? മറ്റേ വെള്ള ഷൂവേ. അയ്യോ, അത് കണ്ടോ? ഇപ്പൊ വെള്ള ഷൂവിന് പകരം ഞാൻ വേറെ ഷൂ ആയിട്ട് നീ പോയാൽ കിട്ടത്തില്ല, എനിക്കറിയാം. അപ്പോഴേ ഞങ്ങൾ അങ്ങോട്ട് ഇത് വണ്ടി കൊണ്ട് വെച്ചിട്ട് ഓടി വരാം കേട്ടോ. അങ്ങോട്ട് എന്റെ പൊന്നു മക്കള് പൊക്കളെ. മാർക്കറ്റ് മൊത്തം സാനിറ്റൈസർ അടിച്ചിട്ട് സകല കടയും കയറി ഇറങ്ങി വന്ന ഡ്രൈവറെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചോണ്ട് പോകുന്ന പോക്ക് കിട്ടില്ലേ? നമ്മളെ കച്ചവടം നടക്കട്ടെ, ഇതൊക്കെ പോട്ടെ. ഒരു മിനിറ്റ് ഇങ്ങനെ പിടിച്ചു. ഒരു സാധനം മറന്നുപോയി. സാനിറ്റൈസർ അടിക്കാൻ അടിച്ചോളൂ. എനിക്ക് തോന്നുന്നു ഈ പുള്ളി. സാറേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത് വീട്ടിൽ കൊണ്ട് കുടമ്പളി ഇട്ടേ വെക്കാളൂ, സാനിറ്റൈസർ ഇട്ട് വെച്ചേക്കല്ലേ. സാർ പൈസ 850 രൂപ നെമ്മീന. 850 രൂപയോ? ഈടാ, ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങളെ പറയാൻ നേടാന്നുള്ള പരിപാടിയിൽ നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ല പൈസ വേണം. അല്ല, ഈ പറയാൻ നേടാമി കയറി 10000 രൂപ നിങ്ങൾക്ക് സമ്മാനം വേണോ, അല്ലാതെ ഈ 850 രൂപ നിങ്ങൾക്ക് വേണോ? ഏതാ പറയാ? അല്ല 10 പേര് കാണുമല്ലോ അല്ലേ പരിപാടി മതിയല്ലോ. അപ്പൊ ഞങ്ങളുടെ പരിപാടിയുടെ പേരെന്താണെന്നറിയാവോ? പറയാം നേടാം. അല്ല സംഭവമൊക്കെ കേട്ടോ. അല്ല നമുക്ക് വലിയ ആഗ്രഹമായിരുന്നു പരിപാടിയിലൊക്കെ പങ്കെടുക്കാന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. നിന്നെ ടി വി കാണാമല്ലോ. മണ്ടന്മാരെ, ആ പുള്ളി ടി വിയിൽ അവതരിപ്പിക്കുന്ന പരിപാടിയുടെ പേരെന്നാന്നറിയോ? പറയാം നേടാം. പക്ഷെ ഇപ്പൊ ഇവിടെ നടന്ന എന്നാന്നറിയോ? പറയാം പറ്റിക്കാം.